ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 കോഴിമുട്ട വെച്ച് ഒരു പാത്രം നിറയെ നമുക്ക് സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ഒരു 6 ഏലക്ക കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാട്ടോ. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായി വരുന്നത്. ഞാൻ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ബിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിക്കാത്ത പാലാണ്. തിളപ്പിച്ച പാലാണെങ്കിലും കുഴപ്പമില്ല. പാലെടുത്തപ്പോൾ ലേശം അവിടെ താഴ്ത്ത് പോയിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ തന്നെ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മുട്ടയാണ്. നമ്മൾ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള 2 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കോഴിമുട്ട ഫ്രിഡ്ജിൽ വെച്ചതോ അല്ലാത്തതോ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഫ്രിഡ്ജിലിരുന്ന കോഴിമുട്ട ആയാലും ഒരു കുഴപ്പമില്ല. അവിടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കയ്യിലില്ലെങ്കിൽ അതിന് ബേക്കിംഗ് പൗഡർ ചേർത്താലും മതി. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ ഒരല്പം 1 പിഞ്ച് കൂടെ അധികം ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് മൈദ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്തതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മൈദ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. റവ ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം കേട്ടോ. വെക്കുന്ന സമയത്ത് റവ ചേർത്തുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്തപ്പോൾ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മൈദ ചിലപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കുന്ന പാലിന് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആവണം. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് സ്നാക്ക് നല്ല ടേസ്റ്റി ആകുന്നത്. നല്ലവണ്ണം പൊങ്ങി കിട്ടുകയും ചെയ്യുന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് അടിച്ച് പതിപ്പിച്ചെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കട്ടയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാവുക. നമ്മൾ കലക്കി വെച്ചപ്പോൾ ഒരു അല്പം ലൂസ് ഉണ്ടായിരുന്നു. ഇതിനേലും അല്പം ലൂസായിരുന്നു. ഇപ്പോൾ റവ ചേർത്തത് കൊണ്ടാണ് ഒന്ന് ടൈറ്റായി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്ക് വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താൽ ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിലാണ് നല്ലത്. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കൈയൊന്ന് ഒരല്പം വെള്ളത്തിലൊന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര വലുപ്പമാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതേപോലെ നുള്ളിയിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ ഇത് മറിഞ്ഞു വന്നോളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നല്ലൊരു പൊങ്ങ് പോലെ ഇരിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയൊരു സ്നാക്കാണ്. എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, തന്നെ അത് ചട്ടിയിൽ നിന്ന് വിട്ട് വന്ന് തന്നെ മറിഞ്ഞു വന്നോളൂ കേട്ടോ. നല്ലൊരു വൈഡായിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ മറിഞ്ഞ് വരുന്നത് കാണാം. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാം പാടെ കൂടി കിടക്കുമ്പോൾ മറിയാൻ വന്നാലും
അതിന് സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അത് നല്ലൊരു വൈഡായിട്ടുള്ള പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചധികം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. എണ്ണ ഒരുപാട് തിളച്ച ചൂടിൽ അങ്ങനെ കിടക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലെ സാധാരണ ചേരുവകളാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് തരാൻ ആരും മടി കാണിക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. പുറം കുറച്ചൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. മാഷാഅല്ലാ, നല്ല ടേസ്റ്റാണ്. ചൂട് ചായക്കൊപ്പൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.